സംസ്ഥാനത്തെ ശക്തമായ ഭരണവിരുദ്ധ വികാരത്തിന് അടിവരയിടുന്നതായി തെരഞ്ഞെടുപ്പ് ഫലം. എവിടെ നിന്ന് തിരുത്തും, എങ്ങനെ തിരുത്തും എന്നറിയാതെ അന്തം വിട്ടു നിൽക്കുകയാണ് പാർട്ടിയും സർക്കാരും. എന്തൊക്കെയായിരുന്നു ഇവിടെ? 12 സീറ്റ്, മലപ്പുറം കത്തി, അമ്പും വില്ലും എന്തായി, പവനായി ശവായില്ലേ? ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന കേട്ടിട്ട് അതേപോലെ ചോദിക്കാൻ നിൽക്കലാണോ നിങ്ങൾ വേണ്ടത്? നിങ്ങൾ ഒരു കാര്യം ഞാൻ പറയട്ടെ, പറയൂ. നമ്മുടെ പാർട്ടിക്ക് അടിത്തറയില്ല. കനത്ത തിരിച്ചടിയിൽ മുഖം നഷ്ടമായി മുഖ്യമന്ത്രി പിണറായി വിജയനും CPM. നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു, കൂടുതലും വാഗ്ദാനങ്ങളാ കൊടുത്തത്. അവസാനം ആറ്റിങ്ങൽ കിട്ടൂന്ന് പറഞ്ഞു, ആറ്റിങ്ങലും ഇല്ല. കനൽത്തരി ആലത്തൂരിലിട്ട് അങ്ങ് ഒതുങ്ങി. അഹങ്കാരത്തിന് കയ്യും കാലും വെച്ചിട്ട് CPM എന്നൊരു പേര്. അങ്ങനെ തോൽവികൾ ഏറ്റുവാങ്ങാനൊന്നും ഞങ്ങൾ തയ്യാറല്ല. പൂർവാധികം ശക്തിയോടെ തന്നെ തിരിച്ചു വരും. ഇടതുണ്ടെങ്കിലേ ഇന്ത്യ ഉള്ളൂ എന്നതായിരുന്നു നിങ്ങളുടെ പ്രചാരണ വാക്യം. വിജയത്തിലേക്ക് എത്തുമെന്നുള്ളത് നമുക്ക് അവസാന നിമിഷത്തിലേ പറയാനോ. വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനങ്ങൾ പാഠം പഠിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ്. 7% UDF-ന്റെ ഞങ്ങളുടെ വോട്ടിന് ഒരു കുഴപ്പം വന്നിട്ടില്ലെന്നാണ് നമ്മുടെ വിശ്വാസം. പിന്നെ അല്ലെങ്കിൽ പിന്നെ എന്തിനാ UDF ജീവിച്ചിരിക്കുന്നത്? അങ്ങനെ അവകാശവാദം കൊടുത്തില്ലെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് തോറ്റു? കാലിയായ മാവേലി സ്റ്റോറുകൾ ഇടതുമുന്നണിയുടെ അടിസ്ഥാന വോട്ടർമാരെയും എതിരാക്കി. നവകേരള യാത്രയ്ക്ക് സംരക്ഷണമൊരുക്കാൻ DYFI-ക്കാരെ ഇറക്കി നടത്തിയ രക്ഷാപ്രവർത്തനവും വോട്ട് കുത്തിയപ്പോൾ ജനം ഓർത്തു കാണും. ആലത്തൂരിൽ സ്ഥാനാർത്ഥി നിർണയം വിജയിപ്പിച്ചെങ്കിൽ മറ്റിടങ്ങളിൽ തിരിച്ചടിച്ചു.